guys, welcome back to Kilikode. ഇന്ന് നമ്മൾ ഒരു പുതിയ ചാലഞ്ച് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അറിയാമല്ലോ ഇതെന്തായിരിക്കുമെന്ന്. ഇതൊരു ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ചിന് വേണ്ടി നമ്മളൊരു ഫാമിലി പാക്ക് ബിരിയാണി, ഹൈദരാബാദി ദം ബിരിയാണിയാണ് ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഫാമിലി പാക്ക് ഫോർ 4 members അല്ലേ, 4 person ആണ്. അപ്പോൾ മിനിമം ഒരു 4 പേർക്കുള്ള ഫുഡെങ്കിലും കഴിച്ചില്ല പിന്നെ ഒരു ചാലഞ്ച് ആവാൻ വഴിയില്ലല്ലോ. ഓരോ ബിരിയാണി വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കുന്നതിനേക്കാളും നല്ലത്, കാരണം അതിൽ ചാലഞ്ച് ഇല്ല. അത് ഒരു ബിരിയാണി നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 to 4 ക്വാണ്ടിറ്റിയിലാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ മോക്കള് ഇത് അവിടെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. കാരണം ആള് പാർട്ടിസിപ്പേഷൻ ഇല്ല, എന്നാലും ഇട്ട. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനുള്ളത് വിളമ്പി കൊടുത്തിട്ടുണ്ട്. നമ്മളാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ടൈമർ ഒന്നും ഓൺ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ടൈം കൊടുത്തിട്ട് നമുക്ക് അതിനോട് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോയി ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുഡ് വേസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ആ ഒരു സംഭവം ഒഴിവാക്കാനായിട്ട് ആരാണ് ആദ്യം കഴിച്ചു തീർക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം അഥവാ ലേറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഫുള്ള് തീർക്കണം, അത് നിർബന്ധമല്ല കേട്ടോ. അതെ, നമ്മളൊരു ചലഞ്ചിന് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ, ഇത്രയൊന്നും കഴിക്കാറും ഇല്ല. പക്ഷേ നമ്മള് ബിരിയാണി ലവേഴ്സ് ആണ്. ബിരിയാണി ലവേഴ്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ബിരിയാണി ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ഫേവറേറ്റ് കൂടിയാണ്. ഇത് നമ്മുടെ ഫേവറേറ്റാ. തോറ്റ ആള് ഒരു സുലൈമാനി ഉണ്ടാക്കി കൊടുക്കണം. ലൈം ടീ ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് നേരെ ഈറ്റിംഗ് ചലഞ്ചിലേക്ക് പോയാലോ? ഇത് ബിരിയാണി, മുട്ടയുണ്ട്, അതിന്റെ കൂടെ എന്താ ചിക്കൻ 65 കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സൂപ്പർ, അടിപൊളി ബിരിയാണി. ഏട്ടന് അപ്പോഴേ വെള്ളം കുടിക്കാൻ തുടങ്ങി. ട്രിക്കൊന്നും ഞാൻ പറഞ്ഞില്ല. ചിക്കൻ 65 നല്ല ചിക്കൻ 65 കേട്ടോ. സത്യം പറഞ്ഞാൽ ബിരിയാണി ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടും കഷ്ടപ്പാടായിരുന്നു വാഴയില സംഘടിപ്പിക്കാൻ കേട്ടോ. അതായിരുന്നു റിസ്ക്. കിട്ടി, കാണാം. എവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല. രാവിലെ ഞാൻ ഷോപ്പിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം കുറേ പേര് ഈ വാഴയില ചാലഞ്ച് ചെയ്യുന്നത് കണ്ടത്. അപ്പം അത് കാണാനും ഒരു ഭംഗിയുണ്ട്. What happened, Nisha? You're not enjoying? ഒന്നാമത്തെ കാര്യം, ഞാൻ ബിരിയാണി കഴിക്കും, എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. പക്ഷെ ചിക്കൻ പീസസ് അധികം കഴിക്കാൻ ഇഷ്ടമല്ല. അതൊന്നും ഇവിടെ വിഷയമല്ല, ഇതൊരു ചാലഞ്ചാണ്. ഓക്കെ, യു മസ്റ്റ് ഈറ്റ്. കഴിക്കാൻ തുടങ്ങിയപ്പോ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും വിശപ്പിന് കുറവുണ്ട്. എനിക്കിപ്പോഴും നല്ല വിശപ്പുണ്ട്. ബിരിയാണി ഭ്രാന്തനാ. ഒരു കണ്ണൂർക്കാരൻ എപ്പോഴും ഒരു ബിരിയാണി ഭ്രാന്തൻ തന്നെയായി. ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങളുടെ ദേശീയ ഭക്ഷണം കണ്ണൂർക്കാരൻ. എന്ത് ഫംഗ്ഷന് പോയാലും എവിടെ പോയാലും ചിക്കൻ ബിരിയാണി മസ്റ്റാണ്. ഇതൊരു ഘടാകടിയും പീസാണ്. ഇതാണ് ഞാൻ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, യമ്മി, ഒരു സംഭവം തന്നെ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. നല്ലോണം ബോയിലായി, നല്ല ദമ്മിട്ട് ചാർക്കോളിട്ട് വെച്ച് ദമ്മിട്ട് പീസ്. ഓ, ചലഞ്ചാണിത്. അങ്ങനെ ആലോചിക്കുന്നേ, നല്ല വാഴയില ഇങ്ങനെ ബിരിയാണി ഇട്ട് കഴിക്കുന്ന സുഖം.
കഴിഞ്ഞിട്ടുള്ള എൻ്റെ അവസ്ഥ. എന്റെയും അവസ്ഥ. ഇപ്പോഴും സ്പീഡിൽ തന്നെ കഴിക്കുന്നത്. ഏട്ടാ ഞാനൊരു കാര്യം പറയാം. പറയട്ടെ. ഞാൻ നിർത്താൻ പോവാ. പറയണം. എന്റെ ഇത്രയാണ് എന്റെ ഇലയിലിരിക്കുന്നത്. ഞാൻ കഴിക്കാൻ തയ്യാറാണ്, പക്ഷെ ഓൾറെഡി തോൽവി സംഭവിച്ചുകൊണ്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പൊ I am the winner. I want സുലൈമാനി. എന്റെ സുലൈമാനിയുടെ സത്യം പറഞ്ഞാൽ കഴിച്ചതിനെക്കാട്ടും ടയർഡായിരിക്കും ഇനി പോയിട്ട് അത് ഉണ്ടാക്കാൻ. അപ്പോൾ 22 മിനിറ്റ്സ് എടുത്തു കേട്ടോ. ഞാൻ എടുത്തോടാ 22 മിനിറ്റ്സ് എടുത്തു റൈസ് തിന്നു തീർക്കാൻ. അതായത് ഞാൻ അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് മതിയാക്കി. അതുകൊണ്ട് തന്നെ ഇടം ചേച്ചി എൻ്റെ ലെമൺ ടീ ഇതാ വിന്നറിൻ്റെ ലെമൺ ടീ യെസ് യാ രണ്ടാൾക്കും. അപ്പം ഞാൻ ലെമൺ ടീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കും സൂപ്പർ ലെമൺ ടീ ആണ്. ബിരിയാണി കഴിച്ചാൽ ലെമൺ ടീ കുടിക്കുന്നത് നല്ലതല്ലേ ഏട്ടാ? ലെമൺ ടീ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ, ദഹനത്തിന് നല്ലതല്ലേ? അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാലഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ? സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ ടിങ് ടിങ് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.